പറ്റാത്ത 3 അമ്പുകൾ. 3 അമ്പുകൾ. വെറും 3 അമ്പുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ആവനാഴി. എന്നാൽ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഒരു മഹായുദ്ധം അവസാനിപ്പിക്കാൻ അതിന് കഴിയും. ഒന്നാമത്തെ അമ്പ് ശത്രുപക്ഷത്തെ അല്ലെങ്കിൽ താൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും ഇത് അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അമ്പ് താൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇത് അടയാളപ്പെടുത്തി സംരക്ഷിക്കും. മൂന്നാമത്തെ അമ്പ് അടയാളപ്പെടുത്തപ്പെട്ട ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് തൊടുത്തുവിട്ട ആവനാഴിയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇവ കൈവശമുള്ളപ്പോൾ ബർബറീകന് സൈന്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അവൻ തന്നെയായിരുന്നു സൈന്യം. ദുർബലർക്കായുള്ള പ്രതിജ്ഞ. കുരുക്ഷേത്ര യുദ്ധം ആസന്നമായപ്പോൾ ബർബറീകൻ തന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകി. അത് കേവലം ഒരു വാഗ്ദാനമായിരുന്നില്ല, ഉദാത്തമായ ഒരു ഹൃദയത്തിൽ നിന്നുണ്ടായ പ്രതിജ്ഞയായിരുന്നു. ഏത് പക്ഷമാണോ തോൽക്കുന്നത്, ഞാൻ അവർക്കു വേണ്ടി പോരാടും. തന്റെ നീലക്കുതിരപ്പുറത്തേറി ആ 3 അമ്പുകളുമായി ഭാരതവർഷത്തിന്റെ വിധി തീരുമാനിക്കാൻ അവൻ പുറപ്പെട്ടു. എന്നാൽ യുദ്ധം മാറിമറിയുന്ന ഒന്നാണല്ലോ. അവൻ പാണ്ഡവർക്കൊപ്പം ചേരുകയും അവർ ജയിക്കാൻ തുടങ്ങുകയും ചെയ്താൽ തന്റെ പ്രതിജ്ഞ പ്രകാരം അവന് കൗരവപക്ഷത്തേക്ക് മാറേണ്ടി വരും. കൗരവർ ജയിക്കാൻ തുടങ്ങിയാൽ വീണ്ടും പാണ്ഡവപക്ഷത്തേക്കും. അങ്ങനെ തോൽക്കുന്നവരെ സഹായിക്കാനുള്ള ആ ശ്രമത്തിൽ ഇരുപക്ഷത്തെയും ഓരോ പോരാളിയും മരിച്ചു വീഴുന്നതുവരെ അവന് പക്ഷം മാറിക്കൊണ്ടിരിക്കേണ്ടി വരുമായിരുന്നു. ഒടുവിൽ അവൻ മാത്രം അവശേഷിക്കുന്നതുവരെ. മഹത്തായ ത്യാഗം. ദിവ്യതന്ത്രജ്ഞനായ ശ്രീകൃഷ്ണൻ ഈ അപകടം മുൻകൂട്ടി കണ്ടു. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ അദ്ദേഹം ബർബറീകനെ സമീപിച്ചു. ഒരു അരയാലിലെ എല്ലാ ഇലകളെയും കൃഷ്ണൻ തന്റെ കാലിത്തിനടിയിൽ ഒളിപ്പിച്ച ഇലയെപ്പോലും ഒറ്റ അമ്പുകൊണ്ട് തുളച്ചുകയറ്റി ബർബറീകൻ തന്റെ കഴിവ് തെളിയിച്ചു. ഈ ലോകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ആ ബാലന്റെ ശക്തിയെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. കൃഷ്ണൻ ഒരു ദാനം ചോദിച്ചു. ബർബറീകന്റെ ശിരസ്. ഒരു നിമിഷം പോലും സംശയിക്കാതെ തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമാത്മാവാണെന്ന് ആ യുവ പോരാളി തിരിച്ചറിഞ്ഞു. അവൻ തന്റെ വാളൂരി സ്വന്തം ശിരസ് അറുത്തു നൽകി. പകരമായി അവൻ ഒന്നേ ചോദിച്ചുള്ളൂ, താൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ആ മഹായുദ്ധം കാണാനുള്ള അവസരം. യുദ്ധക്കളത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു കുന്നിൻ മുകളിൽ കൃഷ്ണൻ ആ ശിരസ് പ്രതിഷ്ഠിച്ചു. ഭീമന്റെ കൊച്ചുമകൻ അവിടെയിരുന്ന് 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധം വീക്ഷിച്ചു.